ഹലോ മക്കളെ, കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അതിന്റെ പാറ്റേൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ എഴുതാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് കിഡുമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഒരു പാസേജ് തന്നിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് എന്താക്കും ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി അങ്ങനെ റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇത് ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ ആൻസർ ആക്ച്വലി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്താക്കിയിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിൽ ഇടുന്നതാണ്. സോ സെറ്റ് ആണ്, ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെർസേഷൻ. അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ ആണ്. ഏത് കോൺവെർസേഷൻ ആണ്? ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് മിസ്സിംഗ്. ചെക്കൻ മിസ്സിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ അവനും ആ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ആ ഒരു സമയത്ത് ബോയും അങ്കിളും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. യെസ്, അവസാനം ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ മേക്കിംഗ് എ മാംഗോ പിക്കിൾ എന്നുള്ള ആ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ആ ദുർഗ ആൻഡ് അപ്പു റിയലി എൻജോയ് ദ പിക്കിൾ ദേ ഹാവ് മെയ്ഡ്. അവരുണ്ടാക്കിയ ആപ്പിൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി യു ഓൾസോ മൈറ്റ് ഹാവ് ഗോട്ട് an idea on how to prepare a mango pickle. ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു മാംഗോ പിക്കിൾ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കും, ഒരു തേർഡ് ആക്ടിവിറ്റിയോ ഫോർത്ത് ആക്ടിവിറ്റിയോ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സിൻഡ്രലയിൽ നിന്നുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് സിൻഡ്രലയുടെ തോട്ട് എഴുതാൻ വേണ്ടി പറയും. അവരുടെ തോട്ട് റൈറ്റിംഗ് നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ് നാളത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ എഡിറ്റിംഗ്. എന്താണ് എഡിറ്റിംഗ്? കുറച്ച് മിസ്റ്റേക്ക് തന്നിട്ട് അതിൽ എഡിറ്റിംഗ് അറ്റ് ദാറ്റ് മൊമെന്റ് എന്നുള്ളതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, വാസിൽ അങ്ങനെ തുടങ്ങിയിട്ട് കുറെ മിസ്റ്റേക്കുകൾ തരും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. അത് സെറ്റ് ആക്കണം. ഇനി ഫ്രെയിം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, അപ്പു ആൻഡ് ഗ്രാൻഡ് ഫാദർ ആർ ഇൻ ദ ഗാർഡൻ. അപ്പുവും ഗ്രാൻഡ് ഫാദറും ഗാർഡനിലുണ്ട് അല്ലേ? ഓക്കെ, നമുക്കറിയാം. അപ്പു ഷുക്ക് ദ സാൻഡൽ വുഡ് ട്രീ വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവനെ മാക്സിമം അവന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ആ മരം കൊണ്ട് കുലുക്കിയിരുന്നു. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് പിക്ചർ. ഈ പിക്ചർ വെച്ചിട്ട് നിങ്ങളോട് 5 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ എന്താക്കുക, ഈ ഒരു പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്താക്കുള്ളൂ, നാളത്തെ എക്സാമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എ ഗ്രേഡ് തന്നെ നമുക്ക് വാങ്ങണം. അപ്പോൾ ഇന്നത്തെ ലൈവ് മറക്കരുത്. കൃത്യം 7 മണിക്ക് ലൈവിൽ വരിക. മുഴുവൻ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നുള്ളതും പഠിച്ചിട്ട് മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ, ലൈവ് എൻഡ് ചെയ്യുള്ളൂ. സോ മിസ് ചെയ്യരുത്. കൃത്യം 7 മണി ഇന്ന് രാത്രി.